ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ എൻ്റെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുക കേട്ടോ. എന്താണെന്നറിയില്ല, നമുക്കിപ്പം അമ്പലത്തിൽ പോകാനൊക്കെ ഒരു തോന്നില്ല. അപ്പോൾ രാവിലെ തന്നെ അമ്മയും ഞാനും നാത്തൂനും പിള്ളേർ രണ്ടുപേരും പിന്നെ എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർന്ന് അമ്പലത്തിൽ പോകാം കേട്ടോ. അപ്പോൾ റെഡിയായി. അപ്പോൾ വണ്ടി എടുക്കണം. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഭയങ്കര വെയിലായിരുന്നു. രാവിലെ തന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിലത്ത് കുറേ നേരം നിന്ന് എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി എന്താ പറയുക, ടാനടിച്ച് ഭയങ്കര ഇതായിട്ടിരിക്കുക. അപ്പം പോകുന്നതിനിടയ്ക്ക് ഇതാണ്ട് ഇവൻ്റെ കുറേ ചിരിയും വീഡിയോ എടുക്കുമ്പോൾ അവൻ നോക്കി അവൻ ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പം നോക്കിക്കൊണ്ടിരിക്കാനും ഒക്കെ. ഫോണെ കുറച്ച് കൂടുതലാണ്, പക്ഷെ അവൻ പിടിക്കത്തില്ല അങ്ങനെ അത്രയ്ക്ക് വലിയ ഇതല്ല. പക്ഷെ മുഖത്ത് നോക്കി അവൻ ഓരോന്നൊക്കെ നമ്മൾ മുഖത്ത് നോക്കിക്കൊണ്ടിങ്ങനെ താഴെ ഇടത്തില്ലേ, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ട സിനിമയ്ക്കകത്തെ പോലെ ആ ചക്കനാണെങ്കിൽ പ്ലേറ്റൊക്കെ പൊട്ടിക്കത്തില്ല, അതുപോലെ കേട്ടോ ഇവനെ നോക്കിക്കൊണ്ട് ഇവൻ താഴിടും ഓരോന്ന്. അപ്പോൾ ഇവനെയാണ് നിർത്തിയിട്ട് ഇവനോർത്ത് ഞങ്ങൾ പോകാമെന്നോ, അതിന് ഇവൻ പുറകിൽ നിന്ന് കടന്നാലയ്ക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടവൻ വരാൻ വേണ്ടി അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ കണ്ട് പോകുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ശേരിക്കര. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പ്രയാറ്റാട്ടോ പോകുന്നത്. പ്രയാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ആൽമരത്തിൻ്റെയൊക്കെ അവിടെ വണ്ടി നമ്മുടെ പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഓട്ടോ പാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ട് അമ്പലത്തിലേക്ക് പോകട്ടോ. നട അടയ്ക്കാറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ പോയി തൊഴുത് ഇറങ്ങി. അപ്പോൾ ഈ വെളിയിൽ നമ്മുടെ ഈ ഗ്രഹങ്ങളുണ്ടല്ലോ, ഈ ശനി ചൊവ്വ അങ്ങനെയൊക്കെയുള്ള ചന്ദ്രൻ അങ്ങനെ, അപ്പോൾ അതൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മളിവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക, ഇവിടെ നമുക്ക് ഈ അമ്പലത്തിൽ നിന്ന് നമുക്ക് മാലയൊക്കെ ചോദിച്ചാൽ തരും. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചോദിച്ചപ്പം അവിടുത്തെ ആൻ്റോട് ചോദിച്ചപ്പോൾ എനിക്ക് തന്നു കേട്ടോ. അവർ പറഞ്ഞ ഭാഗ്യമുള്ളതാണ് എന്ന് വെച്ചാൽ തലേദിവസം ഇന്നലെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇട്ടിരുന്ന മാല കേട്ടോ. അത് ഒരു ഇതും പറ്റിയിട്ടില്ല, നമുക്ക് തന്നെ. അപ്പോൾ അവിടെ പാൽപ്പായസമൊക്കെ കുടിച്ചിട്ട് അവിടെ എന്തോ നേർച്ചയാരുടെ നേർന്നു. അപ്പോൾ പാൽപ്പായസമൊക്കെ തന്നു. അപ്പോൾ അവിടെ നിന്ന് കുടിച്ച് നേരെ നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി അമ്മയെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. അത് ഇവരുടെ വീട് പരിസരമൊക്കെയാണ്, സൂപ്പറായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രീനറി, അതായത് നല്ല രസമുണ്ട്. ഫുൾ ചെടികൾ, പിന്നെ ഗപ്പി അങ്ങനെ കുറച്ച്, പിന്നെ അവിടെ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ട്, നല്ല രസമുണ്ട്. നമ്മുടെ അടുത്ത കുട്ടൂനെ പോലൊരു പട്ടി അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ നാടനൊരു പട്ടിയുണ്ട്. ഗപ്പി പല കളറുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് കുറേ നേരം ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ ആ ഒരു സ്ഥലത്തിരുന്ന് കുറച്ച് നേരം കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ഈ മാല കേട്ടോ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടിയത്. ദൈവത്തിന് ചാർത്തിയ മാലയാണ്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.